കേരള സർവകലാശാല യൂണിയനെ അസാധുവാക്കിയ വിസിയുടെ നടപടിക്ക് തിരിച്ചടി. വിദ്യാർത്ഥി യൂണിയന് തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. യൂണിയൻ കാലാവധി പൂർത്തിയാകുന്നതുവരെ തുടരാം. സർവകലാശാല ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്താനും അനുമതിയുണ്ട്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, കഴിഞ്ഞ ദിവസമാണ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പിരിച്ചുവിട്ട് വിസിയുടെ ഉത്തരവ് വന്നത്. ഇപ്പോൾ എന്താണ് കോടതി ഇതിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ? കലോത്സവം നടത്താൻ ഫണ്ട് അനുവദിക്കാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല ആസ്ഥാനത്ത് SFIയുടെ നേതൃത്വത്തിൽ നടന്നതിന് പിന്നാലെയാണ് ഗവർണറുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്. അതായത് യൂണിയൻ തന്നെ പിരിച്ചുവിടുക എന്നൊരു തീരുമാനത്തിലേക്ക് വൈസ് ചാൻസലർ എത്തുകയായിരുന്നു. അതിനുശേഷം ഈ മാസം തന്നെ, അതായത് ഈ മാസം 28-ന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനും ആ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ യൂണിയൻ ആയിരിക്കും കലോത്സവം നടത്താനുള്ള ചുമതലയെന്നായിരുന്നു വൈസ് ചാൻസലറുടെ ഓഫീസിൽ നിർത്തിയ വാർത്താക്കുറിപ്പിലടക്കം വ്യക്തമാക്കിയിരുന്നത്. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് യൂണിയൻ ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അവിടെയാണ് വൈസ് ചാൻസലർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. SFI അടക്കം വിധിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥി യൂണിയനെ മുക്കുകയിലിടാനുള്ള നീക്കമാണ് ഇവിടെ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് SFI അടക്കം അല്പസമയം മുമ്പ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും, അതായത് കലോത്സവത്തിന് ഫണ്ട് അനുവദിക്കാൻ തയ്യാറാകുമോ, എത്ര തുക അനുവദിക്കും, അതിന്റെ ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കലോത്സവം നടത്താൻ കഴിയുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും കലോത്സവം നടത്താതിരിക്കാനുള്ള നീക്കമാണ് ബോധപൂർവം വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന വലിയ വിമർശനമാണ് SFI ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ABVP പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ വൈസ് ചാൻസലറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുവമോർച്ച നേതാക്കൾ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിക്കും എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ.